അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ഒരു MLA ആണ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും MLA ആയി തുടരുന്നത് എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ നിയമസഭയുടെ ചരിത്രത്തിൽ ഒരു MLA ഇത്രയധികം അപമാനിതനാകുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വന്നിട്ടും MLA ആയിട്ട് തുടരുന്ന ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പം 3 അതിജീവിതമാർ, അതിജീവിത 1, 2, 3 എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാഹചര്യം. അതോടൊപ്പം തന്നെ മനസ്സിലാക്കുന്നത് 10-18ഓളം കംപ്ലൈൻറ്റുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഗുരുതരമായിട്ടുള്ള ലൈംഗിക ചൂഷണം, മാനസിക ചൂഷണം, സാമ്പത്തിക ചൂഷണം അടക്കമുള്ള പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു. അത് ആ പരാതി അതിജീവിതമാരെല്ലാം കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ വേദനകൾ പങ്കുവയ്ക്കുന്ന ഒരു വലിയ ദുരിത സാഹചര്യം നമ്മൾ കാണുകയാണ്. ഏതായാലും കേരള പോലീസ് ഇച്ഛാശക്തിയോടെ ഉണർന്നു പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി ഈ പെൺകുട്ടിക്ക് നീതി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടന്നു. അന്ന് നമ്മൾ കണ്ടു, 1ാം അതിജീവിതയുടെ കാലത്ത് 10-20 ദിവസത്തോളമാണ് നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും ഒളിച്ചു കടന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ പോയി ഒളിച്ചു താമസിച്ച് അവസാനം മുൻകൂർ ജാമ്യം കിട്ടിയെന്ന് ഉറപ്പ് വന്നപ്പോൾ മാത്രം കേരളത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടു. 2ാം അതിജീവിതയുടെ കാലത്തും അത് മുൻകൂർ ജാമ്യം തേടി പോകുന്നതും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഏതായാലും പരാതി കിട്ടി വളരെ രഹസ്യമായി തന്നെ പോലീസ് ബുദ്ധിപരമായിട്ടുള്ള നീക്കം നടത്തി പെൺകുട്ടിയുടെ മൊഴി ശേഖരിച്ചുകൊണ്ട് എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷം ഹോട്ടലിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഇതിൽ തന്നെ ആദ്യം വിവാഹം നടക്കണമെങ്കിൽ കുട്ടി ഉണ്ടാകണം എന്ന് തെറ്റിദ്ധരിപ്പിച്ച് പല പ്രലോഭനങ്ങളിലൂടെ ഒരു തരത്തിലും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചതിന് ശേഷം അവസാനം ഗർഭിണിയാണെന്ന് ബോധ്യപ്പെടുമ്പോൾ പിന്നീട് ഫോൺ എടുക്കാതെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യം, എല്ലാ തരത്തിലുള്ള സാമ്പത്തിക ചൂഷണം, ഇപ്പോൾ കന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ FIRന്റെ രൂപത്തിലും റിമാൻഡ് റിപ്പോർട്ടിൻ്റെ രൂപത്തിലുമെല്ലാം നമ്മൾ കണ്ടു. അതിൽ സാമ്പത്തിക ചൂഷണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ, ഫ്ലാറ്റ് വരെ വാങ്ങിക്കണം, ചെരുപ്പ് വാങ്ങിക്കാൻ, മറ്റ് സാമ്പത്തിക കാര്യത്തിനെല്ലാം പണം ആവശ്യപ്പെടുന്നത് കണ്ടു. അതുപോലെ തന്നെ ഗർഭിണിയാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ പലതരത്തിലുള്ള ഭീഷണിയും ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതും, അതോടൊപ്പം തന്നെ DNA ടെസ്റ്റിന് വരെ പെൺകുട്ടി തയ്യാറാകുമ്പോൾ അതിന് സഹകരിക്കാതെ പലതരത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്നതും ആക്രമിക്കുന്നതും മുഖത്ത് തുപ്പുന്നതും അടിക്കുന്നതും എല്ലാം വാർത്ത കൃത്യമായിട്ടുള്ള FIS വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. ഈ ഘട്ടത്തിലും കോൺഗ്രസ് ഗുരുതരമായി ശരിയായ രീതിയിൽ ഉത്തരം പറയേണ്ട ഗൗരവമായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. ഏറ്റവും ആദ്യം തന്നെ പറവൂർ സ്വദേശിനിയായിട്ടുള്ള ഒരു കോൺഗ്രസിനെ വളരെയധികം സ്നേഹിക്കുന്ന ശ്രീ VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കാണണം എന്നാഗ്രഹിക്കുന്ന, തൻ്റെ പിറന്നാൾ ആഘോഷത്തിന് വരെ VD സതീശനെ മുഖ്യ അതിഥിയായിട്ട് വിളിച്ച ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി 2023 തന്നെ വളരെ വിശദമായി തയ്യാറാക്കിയ പരാതി VD സതീശന് കൊടുത്തു എന്ന് പറഞ്ഞു. ശ്രീ VD സതീശൻ മറുപടി പറഞ്ഞത് ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ ആ പരാതി പരിഗണിച്ചു എന്നതാണ്. പക്ഷെ ഒന്നും പരിഗണിച്ചതായിട്ട് നമ്മൾ കണ്ടില്ല. ആ പരാതിയുടെ ഭാഗമായി ഒരു നടപടിയെടുത്തതും നമ്മൾ കണ്ടില്ല. പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നു, MLA ആകുന്നു, രാഷ്ട്രീയത്തിൽ വളരെയധികം ഉയർച്ചയിലേക്ക് അദ്ദേഹം പോകുന്നതാണ് കണ്ടത്. അപ്പോൾ നിരവധി പരാതികൾ VD സതീശന്, KPCCക്ക്, AICCക്ക്, പ്രിയങ്ക ഗാന്ധിക്ക് എല്ലാം അയച്ചു എന്ന് നിരവധി അതിജീവിതമാർ തന്നെ ഇപ്പോൾ വ്യക്തമായി രംഗത്ത് വരുന്നു. അതുപോലെ തന്നെ ചില അതിജീവിതമാർ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിരവധി KPCC അന്നത്തെ നേതാക്കന്മാർക്കും അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റുമാർക്കും പരാതി കൊടുക്കുമ്പോൾ ആ പരാതിയുടെ പേരിൽ വളരെ അവഗണനയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത് എന്നും വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഉചിതമായ സമയത്ത് കിട്ടിയ പരാതിയിൽ ശരിയായ നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നുവെങ്കിൽ, ഒന്ന് വിളിച്ച് ശാസിക്കുകയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇത്രയധികം പെൺകുട്ടികളുടെ ജീവിതം നശിക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. ഇത്രയും ഗർഭചിത്രം നടത്തി പിഞ്ചു കുഞ്ഞുങ്ങളുടെ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. അപ്പം അതുകൊണ്ട് കോൺഗ്രസ് കൃത്യമായി തന്നെ ഇതിൽ മറുപടി പറഞ്ഞേ പറ്റൂ. ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പിന്നീട് പുറത്താക്കി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഘട്ടമുണ്ടെങ്കിൽ പോലും കോൺഗ്രസിന്റെ പാനലിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് MLA ആയ വ്യക്തി തന്നെയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ സ്ഥാനാർത്ഥി നിർണയത്തിലും തെരഞ്ഞെടുപ്പ് പര്യടനത്തിലുമെല്ലാം നമ്മൾ കണ്ടു, രാഹുൽ മാങ്കൂട്ടലിനെ നമ്മൾ കണ്ടു. പിന്നീട് ഒളിവിൽ പോകേണ്ട സാഹചര്യം വന്നു. വോട്ട് ചെയ്യാൻ അദ്ദേഹം വന്നപ്പോൾ ബൂത്തിൽ വലിയ സ്വീകരണം കൊടുത്തുകൊണ്ട് പൂമാല കൊടുത്ത് സ്വീകരിക്കുന്നതും അദ്ദേഹത്തെ കൊട്ടിഘോഷിച്ച് തലയിൽ കെട്ടി കൊണ്ടുപോകുന്നതുമെല്ലാം നമ്മൾ കണ്ടതാണ്. അതിനിടയിലും അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാരുടെ എല്ലാ ആശീർവാദത്തോടെ രംഗത്ത് വന്ന് നമ്മൾ കണ്ടു. ഇന്ന് തന്നെ വനിതാ നേതാക്കന്മാർ, കോൺഗ്രസിന്റെ അടക്കം
ഇദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനകളെല്ലാം നമ്മൾ കണ്ടു. അതുകൊണ്ട് കോൺഗ്രസ് കൃത്യമായി ഇതിൽ നയം വ്യക്തമാക്കണം. കോൺഗ്രസ് തന്നെയാണ് ഇത്തരത്തിലുള്ള കുറ്റവാളികളെ സംരക്ഷിച്ചത്. കിട്ടിയ പരാതിയിൽ ഒരു നടപടിയും സ്വീകരിക്കാതെ മുന്നോട്ട് പോയി എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ വളർച്ചയ്ക്ക് ഒത്താശ ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ പരാതിയുടെ ഉള്ളടക്കത്തിൽ പറഞ്ഞതുപോലെ വടകരയിലേക്ക് അടക്കം വിളിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് വിശദമായിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തേണ്ടതാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ, പ്രത്യേകിച്ച് അതിജീവിതയുടെ മൊഴിയൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ കൂടുതൽ തെളിവെടുപ്പും മറ്റു കാര്യങ്ങളും നടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കോൺഗ്രസിന് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ സാധിക്കില്ല. ശരി.